ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മാംഗോ ഫ്രഷ് ലൈമാണ്. അപ്പോൾ അതിലോട്ട് കിടക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നാരങ്ങ വളരെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പച്ചമാങ്ങ അല്ലെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ ചെനച്ച മാങ്ങ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പഴുത്തതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം. ഇതെല്ലാം അരിഞ്ഞ് നല്ല നൈസ് പീസുകളാക്കി അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നീണ്ട പച്ചമുളക് ഒരെണ്ണം മതി, അത് അരിഞ്ഞ് നമ്മൾ ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഇഞ്ചി എടുക്കുക. പിന്നെ ഉരുക്കി വെച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അതും, പിന്നെ സാധാ പഞ്ചസാരയും. ഉരുക്കി വെച്ച പഞ്ചസാര വീട്ടിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ സാധാ പഞ്ചസാര യൂസ് ചെയ്യാം. അത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ ജാറിലോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുക്കിയ പഞ്ചസാര കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉരുക്കിയ പഞ്ചസാര ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നു ജാറിലോട്ട്. അതിനുശേഷം നമ്മുടെ മാങ്ങ പഴുത്തതായാലും കുഴപ്പമില്ല, പച്ചയായാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളകെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതും കൂടെ ഇതിനോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ജാറ് മിക്സറും അരച്ചെടുക്കുക. ആദ്യം ജാറിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളം, തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാം. ഐസ് ക്യൂബ്സും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഫില്ല് ചെയ്യുക. എത്ര ലെവൽ വേണം അത്രയും. പിന്നെ വീണ്ടും നമ്മളൊന്നുകൂടെ നന്നായി അരക്കുന്നു. നല്ലവണ്ണം അരഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കൊരു ഫിൽറ്റർ യൂസ് ചെയ്ത് അതിനെ അരിച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. പിന്നെ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിനയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അലങ്കരിക്കാം. തീർച്ചയായും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.